Hey guys, welcome back to my channel. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. പക്ഷെ അത് ചീറ്റിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മൊത്തം മേക്കപ്പ് ഒന്നും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റിയത്. ബിക്കോസ് ഞാനിങ്ങനെ വിയർത്തൊലിക്കുകയായിരുന്നു. അപ്പോൾ അതെന്തായാലും ചീറ്റിപ്പോയി. പക്ഷെ എടുത്ത ഭാഗങ്ങൾ എടുത്ത ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനിപ്പോൾ കാലിക്കറ്റ് ആണ് ഉള്ളത്. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പോകണം. കുറച്ച് ഹൽവ മേടിക്കാനുണ്ട്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഹൽവയാണല്ലോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയിട്ട് കുറേ ഹൽവയൊക്കെ മേടിച്ച് അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഞാൻ ഒക്കെ പാക്ക് ചെയ്ത് വെച്ച് പോയി. അതുകൊണ്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞില്ല. ഞാൻ ഗ്രേപ്പ് ഹൽവ മേടിച്ചു, പൈനാപ്പിൾ ഹൽവ മേടിച്ചു, പിന്നെ ഓറഞ്ച് ഹൽവ മേടിച്ചു, പിന്നെന്തായിരുന്നു, പിന്നെ വാട്ടർമെലൺ ഹൽവ, മൈ ഫേവറേറ്റ് വാട്ടർമെലൺ ഹൽവ. ഈ 4 ഹൽവാസാണ് മേടിച്ചത്. അപ്പം കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എവിടെ പോയിട്ടാണ് ഹൽവ മേടിക്കുന്നത്? ബിക്കോസ് എല്ലാ ഷോപ്പിലും ഹൽവ ഉണ്ടാവും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എവിടെയാണ് ദി ബെസ്റ്റ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ആ ഷോപ്പിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചൂടെടുത്തിട്ട് ആകെ ഉഷ്ണം ഇതൊക്കെയായി. ഇന്നലെ രാത്രി നല്ല മഴ പെയ്ത്. അതുകൊണ്ട് ഇന്ന് വന്നിട്ട് വളരെ നല്ല ക്ലൈമറ്റ് ആണ്. തീരെ ചൂടും കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് കാലിക്കറ്റ് ഭയങ്കര ചൂടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ സമയത്ത്. അന്ന് ഭയങ്കര ചൂടായിരുന്നു. ഇപ്രാവശ്യം ചൂടായിരുന്നു. പക്ഷെ ഇന്ന് വലിയ ചൂടില്ല, ഇന്നലെ മഴ പെയ്തുകൊണ്ട്. പിന്നെ ഈ വീഡിയോ പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോയുടെ കൂടെ ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് പർച്ചേസ് ആയിട്ടുള്ള 3 ലിപ്സ്റ്റിക്സിൻ്റെ റിവ്യൂസും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3 ലിപ്സ്റ്റിക്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അധികം ബ്ലാബർ ചെയ്യാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, അപ്പോൾ ഞാൻ എല്ലാ മേക്കപ്പും കഴിഞ്ഞു. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് ഇവിടെ. സോ ഞാൻ വിയർത്തിങ്ങനെ ഒഴുകുകയായിരുന്നു. അപ്പോൾ ഫാൻ ഇടാൻ പറ്റില്ല ഞാനിപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് പിന്നെ ബാക്കി ജസ്റ്റ് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ കണ്ണ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലിപ്സ്റ്റിക് ആക്ച്വലി എൻ്റെ ലേറ്റസ്റ്റ് പർച്ചേസ് ആണ്. ദിസ് ഇസ് ഫേസസ് കാനഡ. എല്ലാവരും എപ്പോഴും ചോദിക്കുന്നുണ്ട് ഫേസസ് കാനഡ മാത്രമേ യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. സോ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ അഡിക്റ്റഡ് ടു ദിസ് ബ്രാൻഡ് എന്ന് പറയാം. ദിസ് ഇസ് ഫേസസ് കാനഡ അൾടൈം പ്രോ മാറ്റ് ലിപ് ക്രയോൺ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ കളർ. ഇതാണ് കളറ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് കളറ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പുട്ട് മീ ഓൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇഫ് യു കുഡ് സീ, നല്ല ഹലോ. അപ്പോൾ ഇന്നലെ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 കയ്യിൽ നിറച്ച സാധനങ്ങളായിരുന്നു. ഒന്നാമത് കുറച്ചൊന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്നും ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ എൻ്റെ
ഷോപ്പിംഗ് ഒക്കെ ഇപ്പോൾ കൊച്ചിൻ തന്നെയാണ്. അപ്പോൾ വളരെ കുറച്ച് ഷോപ്പ് ചെയ്തുകൊണ്ട് ബാക്കി വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് 2 കയ്യിൽ നിറച്ച സാധനങ്ങളും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാൻ കയറി ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ തന്നെ കംപ്ലീറ്റ് ആയിരുന്നു. ബിക്കോസ് ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പുതിയതായിട്ട് എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ 3 ലിപ്സ്റ്റിക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ലിപ്സ്റ്റിക്സിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്ത് കളയാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇന്ന് ഈസ്റ്റർ ആണ്. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഈസ്റ്റർ. എല്ലാവർക്കും നല്ല അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇത് 3 എണ്ണത്തിൽ 2 ബ്രാൻഡായിട്ടാണ്. ബിക്കോസ് 2 ലിപ്സ്റ്റിക്സ് വന്നിട്ട് സെയിം ബ്രാൻഡാണ്, ഒന്ന് വന്നിട്ട് മീൻസ് വേറെ ബ്രാൻഡ്. ഇത് 3ഉം ഞാൻ വാങ്ങിച്ചത് സെൻട്രൽ മോളിൽ നിന്നാണ്. സെൻട്രൽ മോളിൻ്റെ താഴെ സെൻട്രൽ അവിടെ മേക്കപ്പ് സ്റ്റോഴ്സ് ഉണ്ടല്ലോ. മേക്കപ്പ് സ്റ്റോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ താഴെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാക്മി, ലോറിയൽ, ഫേസസ്, ഷുഗർ കോസ്മെറ്റിക്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും റിവ്യൂ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഞാനിന്ന് പറയാം. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഞാനിത് റിവ്യൂ ചെയ്യുമ്പോൾ പറയാം. പിന്നെ എൻ്റെ നെയിൽ പോളിഷ് വന്നിട്ട് ഇത് ഏതാ ബ്രാൻഡ് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെന്താണ്, ഇയറിംഗ് വന്നിട്ട് ഇത് പുതിയൊരു ഇയറിംഗ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കാണാനായിട്ട്. ജസ്റ്റ് 97 റുപ്പീസോ സംതിങ് അങ്ങനെ എന്തോ ഉള്ളൂ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഉള്ള ഭയങ്കര ഹെവി ആയിട്ട് തോന്നും, പക്ഷെ സംഭവം കാണാൻ നല്ല ഹെവിയാണ്. നേരിട്ട് കാണാനും നല്ല ഹെവിയാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വീഡിയോയിലും നല്ല ഹെവി ആയിട്ടാണ് കാണുന്നത്, പക്ഷെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് വെയിറ്റ് ഞാൻ പറയില്ല, പക്ഷെ ഈ കാണുന്ന ആ ഒരു വെയിറ്റ് ഒന്നും ഇതിനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. പിന്നെന്താണ്, ഇന്നിപ്പോൾ ഈസ്റ്റർ ആണ്, പള്ളിയിലൊക്കെ പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ പോയി വന്നിരുന്ന് അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇനി ഇപ്പോഴേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഏറ്റവും ഇതിൻ്റെ പ്രൈസ് പോയിന്റ് അനുസരിച്ച് ഞാൻ പറയാം. സോ ആദ്യമായിട്ട് ഞാൻ ഇത് ഫേസസ് കാനഡയുടെ കിസ്ഡ് റൂബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് മാറ്റ് റേഞ്ച് ആണ്, ഗോച്ചിക് ലിപ്സ്റ്റിക്കിൻ്റെ മാറ്റ് റേഞ്ച് ആണ്. ഓക്കെ, ഇതിന് പ്രൈസ് വന്നിട്ട് 299 റുപ്പീസ് ആണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയത് മാറ്റ് ലിപ്സ്റ്റിക്ക് പോലെയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മനസ്സിലാവും. മാക്കിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഇതുപോലെയാണല്ലോ കാണുന്നത്. അപ്പോൾ അതേപോലെയാണ് അവർ ഇതിൻ്റെ ഔട്ടർ കവറിങ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത്രയാണ് പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് 4 grams ഓഫ് പ്രോഡക്റ്റ് ആണ് നമുക്ക് 299 റുപ്പീസിന് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കിസ്ഡ് റൂബിയാണ്. ഇത് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ക്രഷ്ഡ് ബെറി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ തന്നെ റേഞ്ചിലുള്ളതാണ്, പക്ഷെ കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ളൊരു ക്രയോൺ ആണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക, ഞാൻ അതിനകത്ത് ലിങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓഫീസ് വെയർ ഷെയ്ഡാണ്. എനിക്കിതൊരു ഓഫീസ് വെയർ ഷെയ്ഡാണ്. ഐ മീൻ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബ്രൈറ്റ് ലിപ്സ്റ്റിക്, ഇപ്പോൾ ഞാൻ ഈവൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ആണെങ്കിലും ഞാൻ ഓഫീസിലേക്കൊക്കെ ഞാൻ ഇടാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഓഫീസ് ലിപ്സ്റ്റിക് വേറെ, മറ്റേ ഫംഗ്ഷൻ വെയർ ലിപ്സ്റ്റിക് വേറെ എന്നുള്ളത്. കാരണം റെഡ്സ് ഒന്നും ഞാൻ ഇടാറില്ല, പക്ഷെ ഇങ്ങനത്തെ പിങ്ക് ഒക്കെ ഞാൻ ഇടാറുണ്ട്, ബ്രൈറ്റ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഇടാറുണ്ട്. എനിവേസ് ഇത് വന്നിട്ട് ഒരു ചെയ്യാം. ഒരു സ്വൈപ്പിൽ തന്നെ ഇതാണ് ഇതിൻ്റെ കളറ്. നല്ലൊരു കളറാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മുടെ ഫേസ് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇത് കംപ്ലീറ്റ് മാറ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഗോച്ചിക്കിൻ്റെ മാറ്റ് റേഞ്ചിലുള്ള ലിപ്സ്റ്റിക് ആണ്. ഗോച്ചിക്ക് എന്ന് പറഞ്ഞത് വെൽവെറ്റി സാറ്റിൻ ഫിനിഷ് ആണ്, ബട്ട് ദിസ് വൺ ഇസ് കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ്. അതുകൊണ്ട് തന്നെ ലിപ് ബാം ഫസ്റ്റ് അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഇതൊന്ന് അടുത്തത് വന്നിട്ട് കളർ ബാറിൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഇത് കളർ ബാറിൻ്റെ വെൽവെറ്റ് മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഡാൻസ് വിത്ത് മീ എന്നുള്ളൊരു ഷെയ്ഡാണ്, നമ്പർ 88. ഇത് വന്നിട്ട് ഇതിൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് വേർഷൻ ആണിത്. ഓക്കെ, ദിസ് വൺ ഇസ് ഡാർക്ക്.
ഇത് ഫേസസ് കാനഡ. ഇതിന്റെ കുറച്ചുകൂടെ ലൈറ്റർ വേർഷൻ ആണ് ഈ കളർ ബാർ വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക്. കളർ ബാർ വെൽവെറ്റ് മാറ്റിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ അങ്ങനെ ഒരു പുതിയ ലോഞ്ച് ഒന്നുമല്ല. മറ്റേ ഫേസസ് കാനഡ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പുതിയൊരു ലോഞ്ച് ആയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. കളർ എന്റെയും കയ്യിലുള്ളൊരു റേഞ്ച് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അധികം കോളേജ് വെയർ അല്ലെങ്കിൽ വർക്ക് വെയർ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. മോറോവർ ഇതൊരു പുതിയ റേഞ്ചും അല്ല, ഇവരുടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണിത്. അപ്പോൾ അവരുടെ ലിപ്സ്റ്റിക് ആണ്. ദിസ് ഇസ് ലൈക്ക് വെൽവെറ്റ് മാറ്റ്. വെൽവെറ്റ് മാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലിപ് ബാം ഇടണമെങ്കിൽ ഇടാം, ഭയങ്കര ഓവർ ഡ്രൈയിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിക്കോസ് വെൽവെറ്റ് മാറ്റ് ആണ്, ഒരു കൈൻഡ് ഓഫ് സാറ്റിൻ ഫിനിഷിംഗ് ആണ്, മാറ്റ് ഫിനിഷിംഗ് അല്ല. പിന്നെ പിഗ്മെന്റേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് അത്യാവശ്യം പിഗ്മെന്റഡ് ആണ്. ബിക്കോസ് ഇതിന് മുമ്പ് ഞാൻ ഇവരുടെ യൂസ് ചെയ്തത് ക്രീം കപ്പ് എന്നുള്ള ഒരു ഷെയ്ഡാണ്. അതൊരു കൈൻഡ് ഓഫ് ന്യൂഡ്, കംപ്ലീറ്റ് ന്യൂഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ ഒരു സ്കിൻ ടോണിന് അത് അത്യാവശ്യം ന്യൂഡായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് അത്ര വലിയ പിഗ്മെന്റഡ് ആയിരുന്നില്ല. ബട്ട് ഈ ഷെയ്ഡ് വന്നിട്ട് പിഗ്മെന്റഡ് ആണ്. ആൻഡ് ദിസ് ഇസ് ഡാൻസ് വിത്ത് മീ. ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നൈക്കയുടെ അല്ലെങ്കിൽ ആമസോണിന്റെ ഞാൻ മെൻഷൻ ചെയ്യാം. നൗ മൈ മോസ്റ്റ് ഫേവറേറ്റ് എമംഗ് ദീസ്, ഇത് വന്നിട്ട് ഫേസസ് കാനഡ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഫേസസ് കാനഡ. ഫേസസ് കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ്സ് ആണ്. ഞാൻ ഇവരുടെ ഒട്ടുമിക്ക റേഞ്ചിലുള്ള ഇവരുടെ ലിപ്സ്റ്റിക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ക്രയോൺസ്, പിന്നെ അതല്ലാത്ത മറ്റേ ഒരു ക്രയോൺ ഉണ്ടല്ലോ, നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്രയോൺ, അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഗോച്ചിക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ അവരുടെ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അവരുടെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ സാധനങ്ങൾ ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫേസിലുള്ള പ്രോഡക്ട്സ് ഒഴികെ ബാക്കിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പൗഡേഴ്സ്, ഫൗണ്ടേഷൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബാക്കി ഇതുപോലെ ലിപ് മേക്കപ്പും ഐ മേക്കപ്പും എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണിത്. ബിക്കോസ് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ എൻഡ് പ്രോഡക്റ്റ് അല്ല, എന്നാൽ തീരെ ഒരു എന്തായാലും ഒരു എബവ് 500 റുപ്പീസ് ആവും ഇവരുടെ പ്രോഡക്ട്സ്. ഇവരുടെ ലിപ്സ്റ്റിക്സ് ആണെങ്കിലും ഇവർ ആദ്യത്തെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇപ്പം 299 റുപ്പീസിന് എനിക്ക് കിട്ടിയത്. ബാക്കിയൊക്കെ എബവ് 500 ആ ഒരു റേഞ്ചിലാണ്. പക്ഷെ എന്നാലും അത്രയ്ക്ക് വർത്ത് ആണ് ഇവരുടെ പ്രോഡക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് മൈ ഫേവറേറ്റ് വൺ. ഇത് വന്നിട്ട് ഫേസസ് കാനഡ അൾട്രൈം പ്രോ മാറ്റ് ലിപ് ക്രയോൺ ആണ്. ദിസ് ഇസ് കംപ്ലീറ്റ് മാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷെയ്ഡ്. ആൻഡ് ഈ ഷെയ്ഡ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ദിസ് ഇസ് പുട്ട് മീ ഓൺ എന്ന് പറഞ്ഞ ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ലിപ് ക്രയോൺ ഇറങ്ങിയ സമയത്ത് ഇവരുടെ ഏറ്റവും ഫേമസ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് നൈറ്റ് റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡായിരുന്നു. അത് കുറേ പേർക്കൊക്കെ അറിയാം. പേര് എന്താണ്, അവിടെ മിഡ് നൈറ്റ് റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡും ഉണ്ടായിരുന്നു, ഈ പുട്മിയോണും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പുട്മിയോൺ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് തരാം. ബിക്കോസ് ഇത് ജസ്റ്റ് ഒരു 1 സ്വൈപ്പ് മതി. നമ്മുടെ ഫേസിൽ ഈവൻ നമ്മൾ വേറെ മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും ബ്രൈറ്റൻ അപ്പ് ആവും. ദിസ് ഇസ് ദ കളർ. ഇത് ഉറപ്പാണ്. ബിക്കോസ് ഇത് ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇത് ഞാൻ റീപർച്ചേസ് ചെയ്യുമെന്ന് തീരുമാനിച്ചൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത്രയും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്സ്, ഇത് ക്യാരി ഓഫ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ക്യാരി ഓഫ് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ എന്തായാലും ഇതൊരു ഗുഡ് ട്രൈ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ലിറ്റിൽ ഓൺ ദ ഹയർ സൈഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഫേസസ് കാനഡന്റെ പ്രൈസിങ് എന്തായാലും ബിലോ 1000 ആയിരിക്കും. എന്തായാലും മാക്ക്, ഹുദ ബ്യൂട്ടി ആ ഒരു റേഞ്ചിലൊന്നും അല്ല. ബട്ട് സ്റ്റിൽ നമുക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് പോലെ എനിക്ക് തോന്നി. ബിക്കോസ് അത്രയും വേർത്താണ് ഈ ഒരു പ്രോഡക്റ്റ് അല്ല ഇവരുടെ പ്രോഡക്ട്സ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 799 റുപ്പീസ് ആണ്. ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നൈക്കിയിൽ ഇതിന് ഓഫർ ഉണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് കളറാണ്. പൊതുവെ പിങ്കിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേർപ്പിൾ അണ്ടർടോൺ ഉണ്ടാവും. ഈ പേർപ്പിൾ അണ്ടർടോൺ, യെല്ലോ അണ്ടർടോൺ സ്കിൻ ഉള്ളവർക്ക് മാത്രമേ ചേരുള്ളൂ, കൂൾ അണ്ടർടോൺ ഉള്ളവർക്ക് ചേരില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ദിസ് ഇസ് എ പ്രോപ്പർ പിങ്ക്. ഇത് നല്ലൊരു പിങ്ക് ആണ്. ആൻഡ് ഇതൊരു കൈൻഡ് ഓഫ് മജന്ത പ്ലസ് പിങ്ക്, ആ ഒരു കളറാണ് ഇത് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല എത്രത്തോളം ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഇതിന് ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. വളരെ അട്രാക്റ്റീവ് ആണ്, വെരി പ്രിറ്റി കളർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതിന്റെ കൂടെ ഷാർപ്നർ നിങ്ങൾ ചോദിച്ച് മേടിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മേടിക്കുന്ന സമയത്ത് ഷാർപ്നർ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ബില്ല് ചെയ്തു. പിന്നെ ബില്ല് ചെയ്ത് ഞാൻ പ്രോഡക്റ്റ് കളക്ട് ചെയ്ത് അങ്ങ് പോകുമ്പോൾ
പിന്നെ അവര് എനിക്ക് തന്നില്ല, എനിക്ക് ഇതിന്റെ ഷാർപ്നർ തന്നില്ല. എന്നിട്ട് വീണ്ടും ഞാൻ പുറത്തിറങ്ങി വീണ്ടും ഞാൻ കയറി ചോദിച്ചപ്പോഴാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഷാർപ്നർ നിങ്ങൾ ഇതിന്റെ ഔട്ട്ലെറ്റ്സ് നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഷാർപ്നേഴ്സ് ചോദിച്ച് മേടിക്കുക. ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നൈക്കിലൊക്കെ വിത്ത് ഷാർപ്നർ എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. കിട്ടൂല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല, ബിക്കോസ് ഞാനിത് ഔട്ട്ലെറ്റ് തന്നെ മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഔട്ട്ലെറ്റ്സിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഷാർപ്നർ എന്തായാലും മേടിക്കും. ബിക്കോസ് ഇതിന്റെ ഷാർപ്നർ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ നോർമൽ ഷാർപ്നേഴ്സ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് ചോദിച്ചു മേടിക്കുക. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇത് ലാസ്റ്റ് ടൈം, ബിക്കോസ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് 1 or 2 സ്വൈപ്പ്. ഞാൻ ഇന്ന് ഇതിപ്പോ അപ്ലൈ ചെയ്തത് 1 സ്വൈപ്പാണ്. ബിക്കോസ് ഞാനിപ്പോ ചേർച്ചിൽ പോയി വന്നതാണ്. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡാർക്ക് ആക്കിയിട്ടില്ല. എന്നാൽ തന്നെയും ഇതൊരു 1 സ്വൈപ്പിൽ ഇത്രയുണ്ട്. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നുമല്ല, നന്നായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഇടയ്ക്ക് ടച്ചപ്പ് ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് ഓയിലി ഫുഡൊക്കെ കഴിച്ചാലേ ഉള്ളൂ ഇത് അങ്ങനെ അങ്ങോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മൾ നോർമൽ മീൽസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും, നമുക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഇതിന്റെ കാര്യം പറയാൻ പറഞ്ഞു, ഇത് വന്നിട്ട് ദിസ് വൺ ഇസ് ഇതും ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഈ ഞാൻ ആദ്യം കാണിച്ച ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതും ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. അത് മാത്രമല്ല ഇത് മീൽസ് നമ്മൾ കഴിക്കുമ്പോൾ ഇത് പോവാറുണ്ട്. എനിക്ക് എപ്പോഴും ടച്ചപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ എന്ത് കഴിച്ചാലും ഇത് ടച്ചപ്പ് ചെയ്യേണ്ടി വരും. ബിക്കോസ് നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അത്രയല്ലേ നമുക്ക്, പിന്നെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അത്രയ്ക്ക് പ്രതീക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതിന്റെ പ്രൈസ് പോയിന്റിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓൺലി തിങ് ഇസ് ദാറ്റ് ഇത് നന്നായിട്ട് ട്രാൻസ്ഫർ ആവും. ഓക്കെ, നമ്മളിപ്പോൾ ഗ്ലാസ്സിൽ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഗ്ലാസ് മൊത്തം ഈ കളറാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ ലേറ്റസ്റ്റ് പർച്ചേസ്. ഈ ഒരു മാസം ഞാൻ മേടിച്ചിട്ടുള്ള 3 ലിപ്സ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇനിയും ഇതേപോലത്തെ കുറേ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേ മേക്കപ്പ് വീഡിയോസ്, സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.